ഈ ഒരു വീഡിയോയിൽ നമ്മൾ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സോളിഡ് ഡിസ്ക് ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 2500 RPM. ഡിറ്റർമിൻ ദി റേഡിയൽ ആൻഡ് ഹൂപ്പ് സ്ട്രെസ്സസ് ഇൻ ദി ഡിസ്ക് ഇഫ് ന്യൂ ഇസ് ഇക്വൽ ടു 0.3 ആൻഡ് റോ ഇസ് ഇക്വൽ ടു 8000 kg/m3. ഇത്രയും ഭാഗം നമുക്ക് നോക്കാം. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു സോളിഡ് ഡിസ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അതോടൊപ്പം അതിൻ്റെ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് 2500 RPM ആണ്. ഇനിയും ഈ സോളിഡ് ഡിസ്കിൻ്റെ കേസിലുള്ള റേഡിയൽ ആൻഡ് ഹൂപ്പ് സ്ട്രെസ്സസ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന മറ്റ് അഡീഷണൽ ഡേറ്റ എന്ന് പറയുന്നത് ന്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.3, അതോടൊപ്പം ഡെൻസിറ്റിയുടെ വാല്യൂ 8000 kg/m3. ഇത് രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ സോളിഡ് ഡിസ്കിൽ ആക്ട് ചെയ്യുന്ന റേഡിയൽ ആൻഡ് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും റേഡിയൽ സ്ട്രെസ്സും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കണ്ടീഷനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ ഹോൾ ഓഫ് 2 cm റേഡിയസ് ഈസ് ബോർഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഡിസ്ക്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സോളിഡ് ഡിസ്കിൻ്റെ സെൻറ്ററിൽ 2 cm റേഡിയസ് ഉള്ളൊരു ഹോള് ബോർ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും സ്ട്രെസ്സിന് വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റേഡിയൽ ആൻഡ് ഹൂപ്പ് സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബൗണ്ടറി, ഇൻറ്റേർണലും എക്സ്റ്റേണൽ ബൗണ്ടറിയിലും ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ എന്ന് എഴുതാം. ഗിവൺ ഡേറ്റ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ഡിസ്കിൻ്റെ കേസിൽ അല്ലേ. സോളിഡ് ഡിസ്കിൻ്റെ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത് റേഡിയസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഔട്ടർ റേഡിയസ് ആയിരിക്കും അല്ലേ. ഔട്ടർ റേഡിയസ് സാധാരണ രീതിയിൽ ഔട്ടർ റേഡിയസ് നമ്മൾ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബി ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 0.15 മീറ്റർ എന്ന് വരും. 0.15 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? RPM തന്നിട്ടുണ്ട് അല്ലേ. എന്നിൻ്റെ വാല്യൂ N ഈസ് ഈക്വൽ ടു 2500 RPM. അപ്പം ഈ എന്നിൻ്റെ വാല്യൂ വെച്ച് നമുക്ക് ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60 അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് 2 × π × n എന്ന് പറയുന്നത് 2500 ഹോൾ ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 261.8 radian/second. ഓക്കെ, ഇനി നമുക്ക് മറ്റ് തന്നിരിക്കുന്നത് എന്താണ്? പോയിസൺ റേഷ്യോ ന്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.3 തന്നിട്ടുണ്ട്. അതുപോലെ ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു 8000 kg/m3. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഏതാണ്? സോളിഡ് ഡിസ്ക്. സോളിഡ് ഡിസ്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റേഡിയൽ ആൻഡ് ഹൂപ്പ് സ്ട്രെസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. സോളിഡ് ഡിസ്കിൻ്റെ ഉള്ള ജനറൽ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. σRR ഈസ് ഈക്വൽ ടു 3 + ന്യൂ ഡിവൈഡഡ് ബൈ 8 റോ ω² B² - R². അതായത് σRR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1 ദറ്റ് ഈസ് σRR ഈസ് ഈക്വൽ ടു, ഇതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വരും? 3 + 0.3 ഡിവൈഡഡ് ബൈ 8. റോയുടെ വാല്യൂ നമുക്കറിയാം 8000 ആണ്. ഒമേഗ നമുക്ക് കിട്ടിയിരിക്കുന്നത് 261.8 radian/second ആണ് കിട്ടിയിരിക്കുന്നത്. അതിന് സ്ക്വയർ ഉണ്ട്. ഇൻറ്റു B² നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.15 മീറ്റർ മൈനസ് R². ഓക്കെ, സോറി, ഇവിടെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? R ആണ് വേരിയബിൾ അല്ലേ. അപ്പം ആറിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ച് ഏതിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും? സ്ട്രെസ്സിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ സോളിഡ് ഡിസ്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 പോയിൻ്റാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഔട്ടർ സർഫസിലുള്ള റേഡിയസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സെൻറ്ററിൽ എത്രയാണ് അവിടെ ഈ സ്ട്രെസ്സ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് അറ്റ് R ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അറ്റ് R ഈസ് ഈക്വൽ ടു 0 നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? 1 implies σRR ഈസ് ഈക്വൽ ടു 3 + 0.3 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 8000 ഇൻറ്റു 261.8² ഇൻറ്റു 0.15² മൈനസ് R². ഈ കേസിൽ നമുക്കറിയാം 0. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു എന്തോടെ വരത്തുള്ളൂ? 0.15².
അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് സിഗ്മ ആർ ആർ അറ്റ് ആർ ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നത് 508903.57 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതിന് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 1 പാസ്കലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മെഗയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 അപ്പം 5.09 മെഗാ പാസ്കൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്? അറ്റ് ആർ ഈസ് ഈക്വൽ ടു ബിയിൽ ഔട്ടർ സർഫസിൽ നമ്മുടെ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ നോക്കിയേ, ഇവിടെ ആറിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ഏത് വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ബി എന്ന് പറയുന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. അപ്പം 0 ആയിട്ട് പോകും. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. 0 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതായിരിക്കും ഔട്ടർ സർഫസിൽ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ വാല്യൂ ആണ്? സിഗ്മ തീറ്റ തീറ്റയാണ് അല്ലേ. സിഗ്മ തീറ്റ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സോളിഡ് ഡിസ്കിൻ്റെ കേസിൽ 3 + ν / 8 റോ ഒമേഗ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 1 + 3 ν / 8 റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 3 + 0.3 / 8 ഇൻറ്റു റോയുടെ വാല്യൂ നമുക്കറിയാം 8000 ആണ്, ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 261.8 സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.15 സ്ക്വയർ മൈനസ് 1 + 3 ഇൻറ്റു ന്യൂ 0.3 / 8 ഇൻറ്റു റോ എന്ന് പറയുന്നത് 8000 ഇൻറ്റു 261.8 സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഇതിനകത്തിൽ ഈ ഇക്വേഷനകത്തിൽ വേരിയബിൾ ഏത് മാത്രമേ ഉള്ളൂ? ആർ എന്ന് പറയുന്നതാണ് വേരിയബിൾ. അപ്പം മുമ്പേ കണ്ടുപിടിച്ച പോലെ തന്നെ 2 ബൗണ്ടറീസിലുള്ള വാല്യൂസ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ സെൻറ്ററിലുള്ള വാല്യൂസ് അറ്റ് ആർ ഈസ് ഈക്വൽ ടു 0 സെൻറ്ററിലുള്ള വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ ഔട്ടർ സർഫസിലുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അറ്റ് ആർ ഈസ് ഈക്വൽ ടു 0 സിഗ്മ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 3 + 0.3 / 8 ഇൻറ്റു 8000 ഇൻറ്റു 261.8 സ്ക്വയർ ഇൻറ്റു 0.15 സ്ക്വയർ മൈനസ് 1 + 3 ഇൻറ്റു 0.3 ഹോൾ / 8 ഇൻറ്റു 8000 ഇൻറ്റു 261.8 സ്ക്വയർ ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? 0 ആണ് അല്ലേ. അപ്പം ഇത് 0 വരും. അപ്പോൾ ഹോൾ ഈ ഒരു ടേം എന്തായി പോവും? 0 ആയി പോവും. ബാക്കി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 508903.8.5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് 5.09 മെഗാ പാസ്കൽ. ഈ വാല്യൂ തന്നെയായിരുന്നു നമുക്ക് എന്ത് കിട്ടിയത്? സിഗ്മ ആർ ആറിൻ്റെ കേസിലും അറ്റ് ആർ ഈസ് ഈക്വൽ ടു 0 വാല്യൂ നമുക്ക് കിട്ടിയത്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. അറ്റ് ആർ ഈസ് ഈക്വൽ ടു 0 സിഗ്മ ആർ ആറിൻ്റെ വാല്യൂയും സിഗ്മ തീറ്റ തീറ്റയുടെ വാല്യൂ എന്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്? സെയിം വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഇനി അടുത്തത് ബൗണ്ടറി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഏതാണ്? അറ്റ് ആർ ഈസ് ഈക്വൽ ടു 0.15. അപ്പം എങ്ങനെ വരും? ദാറ്റ് ഈസ് സിഗ്മ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ അതിന് ആർ സ്ക്വയറിന് പകരം നമ്മളിപ്പോൾ എന്ത് കൊടുക്കുന്നുണ്ട്? 0.15 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 3 + 0.3 / 8 ഇൻറ്റു 8000 ഇൻറ്റു 261.8 സ്ക്വയർ ഇൻറ്റു 0.15 സ്ക്വയർ മൈനസ് 1 + 3 ഇൻറ്റു 0.3 / 8 ഇൻറ്റു 8000 ഇൻറ്റു 261.8 സ്ക്വയർ ഇൻറ്റു 0.15 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.116 മെഗാ പാസ്കൽ. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും. അതിനെ മെഗാ പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.16 മെഗാ പാസ്കലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ വെച്ച് നമുക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇത് സോൾഡ് ഡിസ്ക് ആയതുകൊണ്ട് അകത്ത് ഹോളില്ല. ഓക്കെ, അപ്പം ഇവിടെ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് സിഗ്മ തീറ്റ തീറ്റയും അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് സിഗ്മ ആർ ആറിൻ്റെ വേരിയേഷനും അതുപോലെ സിഗ്മ തീറ്റ തീറ്റ വേരിയേഷൻ. ഓക്കെ, അപ്പം സിഗ്മ ആർ ആറും സിഗ്മ തീറ്റ തീറ്റയും ആർ ഈസിക്കൽ 0 രണ്ടിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എത്രയാണ്?
5.09 മെഗാ പാസ്കൽ. പക്ഷേ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ അറ്റ് ആർ ഈസിക്കൽ എയിൽ ഇവിടുത്തെ ബൗണ്ടറി എന്ന് പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടെ എഴുതാം. ബൗണ്ടറി എന്ന് പറയുന്നത് ആർ ഈസിക്കൽ ടു 0 ആണ്, ഔട്ടർ റേഡിയസ് ആർ ഈസിക്കൽ ബി. അതുപോലെ ഇവിടെ എന്താണ് ആർ ഈസിക്കൽ ടു ബി ആണ് അല്ലേ. അപ്പം ആർ ഈസിക്കൽ ടു ബിയിൽ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ് 0 ആണെന്ന് അറിയാം അല്ലേ. ആർ ഈസിക്കൽ ബിയിൽ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ 0. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ആർ ഈസിക്കൽ ടു 0യിൽ 5.09 മെഗാ പാസ്കലും ആർ ഈസിക്കൽ ടു ബി ആയപ്പോൾ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്തായി മാറി 0 ആയിട്ട് വരും. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി സിഗ്മ തീറ്റയുടെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്? അറ്റ് ആർ ഈസിക്കൽ ടു 0യിൽ 5.09 മെഗാ പാസ്കൽ തന്നെയാണ്. പക്ഷേ ആർ ഈസിക്കൽ ബിയിൽ 0 അല്ല, അതിന് പകരം എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.16 ആണ് അല്ലേ. പക്ഷേ ഇതിനെക്കാട്ടി ലെസർ ആയിട്ടൊരു വാല്യൂ ആണ്. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.16 മെഗാ പാസ്കൽ. ഓക്കെ, അപ്പം സെൻറ്ററിൽ നമുക്ക് മാക്സിമം വാല്യൂ സിഗ്മ തീറ്റയ്ക്ക് കിട്ടി, അതുപോലെ ഔട്ടർ സർഫസിൽ മിനിമം വാല്യൂ നമുക്ക് സിഗ്മ തീറ്റയ്ക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോ ഡിസ്ക്. അപ്പം ഹോളോ ഡിസ്കിനകത്തിൽ നമുക്ക് വേണ്ട എക്സ്ട്രാ ആയിട്ടൊരു ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ റേഡിയസ് ആണ് അല്ലേ. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നർ റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എ എന്നാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.02 മീറ്റർ. ഓക്കെ, ഇനി ഈ ഹോളോ ഡിസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. എവിടെയൊക്കെയാണ്? ഇന്നർ സർഫസിലും കണ്ടുപിടിക്കണം. ഹോൾ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഇന്നർ സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ സർഫസ് ഉണ്ട്. അപ്പോൾ ഇന്നർ സർഫസിലുള്ള ഈ സിഗ്മ ആറിൻ്റെയും സിഗ്മ തീറ്റയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ ഔട്ടർ സർഫസിലുള്ള സ്ട്രെസ്സസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ഹോളോ ഡിസ്കിൻ്റെ കേസിലുള്ള സിഗ്മ ആറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സിഗ്മ ആർ ഈസിക്കൽ ടു 3 + ന്യൂ ഡിവൈഡഡ് ബൈ 8 റോ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് സിഗ്മ ആർ ഈസിക്കൽ ടു 3 + 0.3 ഡിവൈഡഡ് ബൈ 8 റോയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 8000 ആണ്. 8000 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 261.8 സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. എ എന്ന് പറയുമ്പോൾ 0.02 സ്ക്വയർ പ്ലസ് 0.15 സ്ക്വയർ മൈനസ് 0.02 സ്ക്വയർ ഇൻറ്റു 0.15 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിടാം ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഈ ഇക്വേഷൻ അതിൽ ആർ സ്ക്വയർ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് വേണ്ട ഏത് ബൗണ്ടറി ആണോ ആ ബൗണ്ടറി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ബൗണ്ടറിക്കുള്ള സിഗ്മ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് വേണ്ട ബൗണ്ടറി എന്ന് പറയുന്നത്? ഒന്ന് അറ്റ് ആർ ഈസിക്കൽ ടു എ. അപ്പോൾ എ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് എ ഈസിക്കൽ ടു എത്രയാണ്? 0.02 മീറ്റർ. ഓക്കെ, അപ്പം അറ്റ് ആർ ഈസിക്കൽ ടു എയുടെ വാല്യൂ ആർ ഈസിക്കൽ ടു എയിലുള്ള ഈ വാല്യൂ നമ്മൾ ഇതിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 0.02 സ്ക്വയർ വരും അല്ലേ. അപ്പോൾ 0.02 സ്ക്വയർ ഇവിടെയും 0.2 സ്ക്വയർ ക്യാൻസൽ ആയി പോകും. അതുപോലെ ഇവിടെ എന്തുണ്ട്? ഒരു -0.02 സ്ക്വയർ ഉണ്ടല്ലേ. അപ്പം ഇവിടുത്തെ പ്ലസും പ്ലസ് 0.2 സ്ക്വയറും ഇവിടെ കിട്ടുന്ന ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 0.02 സ്ക്വയറോട് ക്യാൻസൽ ആയി പോകും. അതുപോലെ 0.15 സ്ക്വയറും ഇവിടെ കിട്ടുന്ന ഇതും ക്യാൻസൽ ആയി പോയിട്ട് റിമൈനിങ് വരുന്ന 0.15 സ്ക്വയർ മൈനസ് 0.15 സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അപ്പം ഫൈനലി നമുക്ക് സിഗ്മ ആറിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? അറ്റ് ആർ ഈസിക്കൽ എയിൽ സിഗ്മ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 Nm/m² എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഇനി അടുത്ത് നമുക്ക് ആർ ഈസിക്കൽ ബി നമുക്ക് കൺസിഡർ ചെയ്യാം. അറ്റ് ആർ ഈസിക്കൽ ബി നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ഇവിടുത്തെ ആർ സ്ക്വയറിന് വരെ നമ്മൾ 0.15 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെയും 0.15 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം അഗെയിൻ 0.15 സ്ക്വയറും 0.15 സ്ക്വയർ ക്യാൻസൽ ആയി പോകും. 0.02 ആയിരിക്കും വരുന്നത്, അതും പ്ലസ് 0.02 സ്ക്വയറോട് ക്യാൻസൽ ആയി പോകും. ഇവിടത്തെ മൈനസ് 0.15 സ്ക്വയറും പ്ലസ് 0.15 സ്ക്വയറോട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അവിടെയും നമുക്ക് സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് കിട്ടുന്നത്? 0 Nm/m² ആണ് അല്ലേ. പക്ഷേ നമുക്കറിയാം ആർ സ്ക്വയർ കൊണ്ട് തന്നെ നമുക്ക് അറിയാം, പക്ഷേ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ് വേരി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളിവിടെ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ സിഗ്മ ആർ എന്ന് പറയുന്ന സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ സിഗ്മ ആറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അറ്റ് ആർ ഈസിക്കൽ ടു എയിലും ആർ ഈസിക്കൽ ടു ബിയിലും സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ 0 ആണ്. പക്ഷേ അതെങ്ങനെയാണ് വേരി ചെയ്യുന്നത്? പരാബോളിക്കലി അത് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ആറിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ റേഡിയസ് എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം വാല്യൂ എത്തും. അവിടെ ആയിരിക്കും സിഗ്മ ആർ എന്ന് പറയുന്നത് എന്താവുന്നത്?
മാക്സിമം ആവുന്നത്. പിന്നെ അതെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് ആർ ഇസിക്കൽ ബി ആകുമ്പോഴത്തേക്കും സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സിഗ്മ ആറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം മാക്സിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പഠിച്ചിരുന്നു, ആർ ഇസിക്കൽ റൂട്ട് ഓഫ് എ ബി. ആറിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് എ ബി ആകുമ്പോഴാണ് സിഗ്മ ആറിൻ്റെ വാല്യൂ എന്താവുന്നത്, മാക്സിമം ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വാല്യൂ കൂടെ കണ്ടുപിടിക്കാം, എന്നാൽ മാത്രമേ ഈ സ്ട്രെസ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്ന് പറയുന്നത് ഏതാണ്, അറ്റ് ആർ ഇസിക്കൽ ടു റൂട്ട് ഓഫ് എ ബി. അപ്പോൾ ആർ ഇസിക്കൽ റൂട്ട് ഓഫ് എ ബിയിൽ സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ വരും, ദാറ്റ് ഈസ് സിഗ്മ ആർ ഈസിക്കൽ ടു എന്ത് ചെയ്യണം, നേരത്തെ ഇക്വേഷൻ അതിൽ ആറിന് വരെ ഇപ്രാവശ്യം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 3 + 0.3 ഹോൾ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 8000 ഇൻറ്റു 261.8 സ്ക്വയർ ഇൻറ്റു 0.02 സ്ക്വയർ പ്ലസ് 0.15 സ്ക്വയർ മൈനസ് 0.02 സ്ക്വയർ ഇൻറ്റു 0.15 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ, പക്ഷേ റൂട്ട് ഓഫ് എ ബി ആണ്. അപ്പോൾ വീണ്ടും സ്ക്വയർ ചെയ്യുമ്പം ആ റൂട്ട് മാറിയിട്ട് ബാക്കി എന്തൊരു എ ബി എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ നമുക്കറിയാം 0.02 ഇൻറ്റു 0.15 അല്ലേ, മൈനസ് ഇതുപോലെ തന്നെ 0.02 ഇൻറ്റു 0.15. അപ്പോൾ ഏതൊക്കെ ക്യാൻസലായിപ്പോൾ, ഈ സ്ക്വയറിലെ ഒരു 0.02 0.15 ക്യാൻസലായിപ്പോൾ. ഇതെല്ലാം കൂടെ നമ്മളെടുത്ത് സോൾവ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.8 മെഗാ പാസ്കൽ. ഇതായിരിക്കും സിഗ്മ ആർ മാക്സിൻ്റെ മാക്സിമത്തിൻ്റെ വാല്യൂ, 3.8 മെഗാ പാസ്കൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്, നൗ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കൺസിഡർ ചെയ്യണം അല്ലേ. സിഗ്മ തീറ്റ ഈസിക്കൽ ടു ഹോളോ ഡിസ്കിൻ്റെ കേസിലുള്ള ഇക്വേഷൻ നമുക്കറിയാം, 3 + ന്യൂ ഡിവൈഡഡ് ബൈ 8 റോ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 1 + 3 ന്യൂ ഡിവൈഡഡ് ബൈ 3 + ന്യൂ ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, ദാറ്റ് ഈസ് സിഗ്മ തീറ്റ ഈസിക്കൽ ടു 3 + 0.3 ഹോൾ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 8000 ഇൻറ്റു 261.8 സ്ക്വയർ ഇൻറ്റു 0.02 സ്ക്വയർ പ്ലസ് 0.15 സ്ക്വയർ പ്ലസ് 0.02 സ്ക്വയർ ഇൻറ്റു 0.15 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. ഇൻറ്റു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 1 + 3 ഇൻറ്റു 0.3 ഓക്കെ ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 + ന്യൂ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് വേണ്ട ബൗണ്ടറീസ് എന്തൊക്കെയാണ്, അറ്റ് ആർ ഈസിക്കൽ ടു എയിൽ. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം എയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 0.02 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ തീറ്റയുടെ വാല്യൂ ഇനി ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എന്തായിട്ട് മാറി, 0.02. അപ്പം ഇവിടെയും അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 3 + ന്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ് നമുക്കറിയാം, 0.3 ആണെന്നറിയാം. ഓക്കെ, അപ്പം ആറിൻ്റെ വാല്യൂ 0.02 സബ്സ്റ്റിറ്റ്യൂട്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അറ്റ് ഇന്നർ സർഫസിൽ സിഗ്മ തീറ്റയ്ക്ക് ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ സിഗ്മ തീറ്റ ഈസിക്കൽ ടു 3.84 മെഗാ പാസ്കൽ എന്നൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത അറ്റ് ആർ ഈസിക്കൽ ബിയിൽ ബിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 0.15 ആണെന്നറിയാം അല്ലേ, 15 മീറ്റർ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമ്മുടെ സെയിം ഇക്വേഷനകത്ത് തന്നെ സിഗ്മ തീറ്റയ്ക്ക് ഇക്വേഷനകത്തിലേക്ക് ഈ ആറിന് പകരം 0.15 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.16 മെഗാ പാസ്കൽ. ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം, സിഗ്മ തീറ്റയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് അറ്റ് ആർ ഈസിക്കൽ ടു എയിലും വേണം, ആർ ഈസിക്കൽ ടു ബിയിലും വേണം അല്ലേ. ആർ ഈസിക്കൽ ടു എ ആൻഡ് ആർ ഈസിക്കൽ ടു ബി. ഓക്കെ, രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് മുകളിലേക്കാണ് നമ്മൾ പോസിറ്റീവ് വരയ്ക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലേക്ക് വരുന്നത് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ തീറ്റയുടെ വാല്യൂ ഇവിടെ എത്ര കിട്ടിയ 3.84. ഓക്കെ, അടുത്ത വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആണ്, അതെന്ന് പറയുന്നത് എത്രയാണ്, 2.16 മെഗാ പാസ്കൽ. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. കുറഞ്ഞ് മാക്സിമം തീർന്ന് കുറഞ്ഞ് ആർ ഈസിക്കൽ ബി ആകുമ്പോഴത്തേന് എന്തായിട്ട് മാറും, ഒരു മിനിമം വാല്യൂ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അത് സോൾവ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതെല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.